പബ്ലിസിറ്റി ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിച്ചാൽ എനിക്ക് പബ്ലിസിറ്റി കിട്ടും ഇല്ലേ? അല്ലെങ്കിൽ ഞാനൊരു യോഗത്തിൽ പോയി സംസാരിച്ചാൽ പബ്ലിസിറ്റി കിട്ടും. കോടതി പോയാൽ എന്ത് പബ്ലിസിറ്റിയാണ് കിട്ടുന്നത്? അതെനിക്ക് മനസ്സിലാകുന്നില്ല. പബ്ലിസിറ്റിക്ക് വേണ്ടി കോടതി പോകണ്ടല്ലോ, നിങ്ങളെ കണ്ടാ പോരെ. കെ ഫോൺ പദ്ധതിയുമായി ബന്ധപ്പെട്ട കരാറിലും ഉപകരാറിലും അഴിമതി ആരോപിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശൻ സമർപ്പിച്ച ഹർജിയിന്മേൽ കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്നും രൂക്ഷ വിമർശനം കേട്ടിരുന്നു. പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടായിരുന്നോ അതോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടായിരുന്നോ ഈ ഹർജി സമർപ്പിച്ചതെന്നായിരുന്നു കോടതിയുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്ന ചോദ്യം എന്ന് പറയുന്നത്. എന്നാൽ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണ് താൻ ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ താൻ മാധ്യമങ്ങളെയായിരുന്നല്ലോ കാണേണ്ടിയിരുന്നത്. കോടതിയെ സമീപിച്ചതിന് ഉദ്ദേശം എന്ന് പറയുന്നത് അത് നീതിക്ക് വേണ്ടിയാണ്, താൻ ഇപ്പോഴും നീതിന്യായ വ്യവസ്ഥയിലും ഭരണഘടനയിലും വിശ്വസിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് ഇന്ന് പറയുകയുണ്ടായിരുന്നു. അതായത് കോടതിയുടെ ഭാഗത്തു നിന്നും തനിക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് കനത്ത വിമർശനമാണ്. വിമർശനം എന്ന് പറയുമ്പോൾ വിമർശനമായിരുന്നില്ല, അത് പരിഹാസമായിരുന്നു എന്ന് കൂടി പ്രതിപക്ഷ നേതാവ് ഇന്ന് തിരുത്തി പറയുന്നുണ്ട്. ഒന്നാമത് ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല. ആ പ്രോജക്റ്റ് ഇപ്പോഴും നിൽക്കുകയാണ്. ഇപ്പൊ സംസ്ഥാനത്ത് എല്ലാവർക്കും ഫ്രീ ഇന്റർനെറ്റ് സൗകര്യം കൊണ്ടുവരാൻ വേണ്ടി ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്തിനാ അതിനെ എതിർക്കണത്? നമ്മൾ അതിനെ എതിർത്തില്ലല്ലോ, ആ പദ്ധതിയെ എതിർത്തില്ല. പിന്നീട് ആ പദ്ധതി 1000 കോടി രൂപയുടെ പദ്ധതി ടെൻഡർ ഇല്ലാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആരോപണ വിധേയനായ ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരം 50% എസ്റ്റിമേറ്റ് വർദ്ധിപ്പിച്ച് അത് 1500 കോടി രൂപയാക്കി. അപ്പൊ ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്തു. നിയമസഭയ്ക്കകത്തും പുറത്തും ചോദ്യം ചെയ്തു. അതിനുശേഷം ഈ പ്രോജക്റ്റ് കേരളത്തിൽ 20 ലക്ഷം ആളുകൾക്ക് ഫ്രീ ഇന്റർനെറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു. 5% ആളുകൾക്ക് പോലും ഫ്രീ ഇന്റർനെറ്റ് കൊടുക്കാൻ ഈ പ്രോജക്റ്റിന് കഴിഞ്ഞിട്ടില്ല. അപ്പൊ 1500. അപ്പോ CNAGയുടെ പ്രാഥമിക റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നു. ഇതിനകത്ത് വയലേഷൻ ഉണ്ട്. അപ്പൊ ഇലക്ട്രിസിറ്റി ബോർഡ് ഇതിനകത്തൊരു പാർട്ടിയാണ്. LCT ബോർഡ് ഇതിന് കൊടുത്ത CNAGക്ക് കൊടുത്ത റിപ്ലൈ ഉണ്ട്. ഇത്തരം രേഖകൾ പുറത്തു വന്നപ്പോഴാണ് ഇതിനകത്ത് ഗുരുതരമായ അഴിമതിയുണ്ട്. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട 2 പ്രധാനപ്പെട്ട കമ്പനികളുണ്ട്. അപ്പൊ ഞങ്ങൾ വിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി. വിവരങ്ങൾ ശേഖരിച്ച് ഞങ്ങൾ ആദ്യം ആരോപണം ഉന്നയിച്ചു. നിയമസഭയ്ക്കകത്ത് ഉന്നയിച്ചു, നിയമസഭയ്ക്ക് പുറത്തു ഉന്നയിച്ചു. ആ ആരോപണങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ ഗവൺമെന്റ് തയ്യാറായില്ല. ഒരു തരത്തിലുള്ള അന്വേഷണം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറയും കെ ഫോണിലും സമാനമായ അഴിമതിയാണ്. ഇതിനകത്ത് കൂടുതൽ എമൗണ്ടാണ്. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കോടതിയിൽ ഞാനും ശ്രീ രമേശ് ചെന്നിത്തലയും കൂടി റിറ്റ് പെറ്റീഷൻ കൊടുത്തു. അത് കോടതി ഫയലിൽ സ്വീകരിച്ച് അതിന്റെ ബാക്കിയുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് തന്നെ കെ ഫോണിന്റെ കാര്യത്തിലും നിയമപരമായി ഞങ്ങൾ നേരിടും, നിയമപരമായ മാർഗങ്ങൾ അന്വേഷിക്കും എന്ന് പറഞ്ഞിരുന്നു. അതിന്റെ തുടർച്ചയായി കുറെ കൂടെ ഡോക്യുമെന്റ്, വളരെ കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റ് കിട്ടിയപ്പോൾ ഞങ്ങൾ കോടതിയിൽ പോയി. അതെങ്ങനെയാണ് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആകുന്നത്? എങ്ങനെയാണ് പബ്ലിസിറ്റി? ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിച്ചാൽ എനിക്ക് പബ്ലിസിറ്റി കിട്ടും ഇല്ലേ? അല്ലെങ്കിൽ ഞാനൊരു യോഗത്തിൽ പോയി സംസാരിച്ചാൽ പബ്ലിസിറ്റി കിട്ടും. കോടതി പോയാൽ എന്ത് പബ്ലിസിറ്റിയാണ് കിട്ടുന്നത്? അതെനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനൊരു അഭിഭാഷകനാണ്, ഞാനൊരു നിയമ വിദ്യാർത്ഥിയാണ്, ഞാനൊരു നിയമജ്ഞനാകണം എന്ന് ജീവിതത്തിൽ ആഗ്രഹിച്ച ഒരാളാണ്. ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന അഭിഭാഷകനാണ്. അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഞാൻ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കൊടുത്തിട്ടുണ്ട്. കോടതിയിൽ നിന്ന് അനുകൂലമായ പ്രതികരണം കിട്ടിയിട്ടുണ്ട്. മൂന്നാറിലെ ഈ സ്ഥല കച്ചവടം ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് നിന്നുകൊണ്ട് ഭൂമി കയ്യേറിയതിനെതിരായിട്ടാണ് ഞാൻ ആദ്യം കൊടുത്ത 1900 തുടക്കത്തിൽ ഞാൻ അഭിഭാഷകനായപ്പോൾ കൊടുത്തതിൽ കോടതിയിൽ നിന്ന് അനുകൂലമായി കിട്ടിയിട്ടുണ്ട്. എനിക്ക് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്താണ്, പൊതു താൽപര്യ ഹർജി എന്താണ് ഭരണഘടന? ഞാൻ ഇപ്പോഴും ഭരണഘടനയെയും നിയമത്തെയും നീതിന്യായ സംവിധാനത്തെയും ബഹുമാനിക്കുന്ന ഒരാളാണ്. കാരണം ജനങ്ങൾ വിചാരിക്കുന്നത് ഭരണകൂടങ്ങളിൽ നിന്ന് നീതി കിട്ടിയില്ലെങ്കിൽ നീതി കോടതിയിൽ നിന്ന് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പബ്ലിസിറ്റിക്ക് വേണ്ടി കോടതി പോകണ്ടല്ലോ, നിങ്ങളെ കണ്ടാ പോരെ. കെ ഫോൺ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അല്ലാതെ AI ക്യാമറയുമായി ബന്ധപ്പെട്ടുകൊണ്ടും മുൻ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും ചേർന്ന് ഒരു ഹർജി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഹർജിയിന്മേൽ ആദ്യം ഹൈക്കോടതിയിൽ നിന്നും വലിയ അപ്രീസിയേഷൻ, തങ്ങൾക്ക് വലിയ പ്രോത്സാഹനം ലഭിച്ചുവെന്നും തങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം തന്നെ ഇത്രയധികം ഉണർന്നിരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള പരാമർശങ്ങളെല്ലാം തന്നെ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നുവെന്ന് സതീശൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല AI ക്യാമറയുമായി ബന്ധപ്പെട്ടുള്ള ഹർജി കോടതി ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്.